രാജ്യം ഒന്നാകെ ഞെട്ടിയതായിരുന്നു ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതിലിപ്പോൾ ക്ലൈമാക്സ് ആന്റി ക്ലൈമാക്സ് ആയി മാറിയിരിക്കുകയാണ്. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ അറസ്റ്റിലായ ശുചീകരണ തൊഴിലാളി ചിന്നയെ കുടുക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യമാണ്. ചിന്നയെ ഹാജരാക്കിയ തലയോട്ടി പുരുഷന്റേതെന്ന ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടേതെന്ന വാദമാണ് ഫോറൻസിക് പരിശോധനയിൽ പൊളിഞ്ഞത്. ചിന്നയെ ആഗ്രഹിച്ചത് പബ്ലിസിറ്റിയാണെന്നും അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നമുക്ക് ഈ ധർമ്മസ്ഥലയിലെ ആ വെളിപ്പെടുത്തൽ മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചു, ആ നാൾ വഴികൾ ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. രാജ്യം തന്നെ നടുങ്ങിയ വെളിപ്പെടുത്തലായിരുന്നു ഇത്. 2025 ജൂലൈയിലാണ് ബെൽത്തങ്ങാടി കോടതിയിൽ ഈ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ ചുമതല കോടതി നൽകിയത് ധർമ്മസ്ഥല പോലീസിനായിരുന്നു. മകളെ കാണാനില്ല എന്ന പരാതിയുമായി സുജാത ഭട്ട് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു. ഒരു മലയാളി സ്ത്രീയും രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാനില്ല, അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ വേണമെന്ന് കോടതി ഇടപെടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി ഇത് അന്വേഷിക്കാൻ നിയോഗിക്കുന്നു. ആ അന്വേഷണ സംഘത്തിൽ നിന്ന് ചില ആളുകൾ, പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരൊക്കെ മാറിയതും ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മൊഴി രേഖപ്പെടുത്തി, അതായത് ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച നേത്രാവതി പുഴയുടെ തീരത്തുള്ള 13 പോയിന്റുകളിലാണ് പരിശോധന നടത്തിയത്. ഈ 13 പോയിന്റുകളിൽ മണ്ണ് മാറ്റി കുഴിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിയത്. ആ പരിശോധനയിൽ ചിലയിടങ്ങളിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ, അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള ഫലങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഭാര്യയുടെ മൊഴിയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാര്യ നൽകിയിരിക്കുന്നത്. മാനസിക അസ്വാസ്ഥ്യമുണ്ട്. ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിന്നയ്യ എന്നുള്ള ഭാര്യയുടെ മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സുജാത ഭട്ടും രംഗത്ത് വന്നത്. ചിലരുടെ സമ്മർദ്ദം മൂലമാണ് താൻ അങ്ങനെ മകളെ കാണാനില്ല എന്നുള്ളൊരു പരാതി നൽകിയത്. അനന്യ ഭട്ട് എന്ന പേരിൽ തനിക്കൊരു മകളില്ല എന്നുള്ളതാണ് സുജാത ഭട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മൊഴികളിലെ വൈരുദ്ധ്യം മനസ്സിലാക്കിയതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയെ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ BJP നേതാക്കൾ. ആരാണ് ഇതിന് പിന്നിൽ, ഈ ഗൂഢാലോചനയ്ക്കൊക്കെ പിന്നിൽ ആരാണ്, ഈ സുജാത ഭട്ടിനെ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ്, ആ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് BJP ഇപ്പോൾ പറയുന്ന കാര്യം. എന്തായാലും രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവമാണ്, വെളിപ്പെടുത്തലാണ്. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ 100-ലധികം പെൺകുട്ടികളെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു താൻ കുഴിച്ചുമൂടി, അതിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ അടക്കമുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നടത്തിയിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നത്.